ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് ഇനി അല്പം വ്യായാമമാകാം. റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരുക്കിയ ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ വി ജയകൃഷ്ണൻ നിർവഹിച്ചു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വൈകിയാലും ഇനി യാത്രക്കാർക്ക് മുഷിയേണ്ടി വരില്ല. ആവശ്യമുള്ളവർക്ക് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരുക്കിയ ജിംനേഷ്യത്തിൽ കുറച്ച് വ്യായാമമെടുക്കാം. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയുടെ സഹായത്തോടെയാണ് റെയിൽവേ സ്റ്റേഷനിൽ ജിംനേഷ്യം ഒരുക്കിയിരിക്കുന്നത്. യാത്രക്കാരുടെ കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്താണ് പ്രത്യേകം തയ്യാറാക്കിയ ജിംനേഷ്യമുള്ളത്. ആദ്യഘട്ടത്തിൽ 3 വ്യായാമ സാമഗ്രികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം അഡീഷണൽ ഡിവിഷൻ റെയിൽവേ മാനേജർ വി ജയകൃഷ്ണൻ നിർവഹിച്ചു. നമുക്ക് ഒരിക്കലും വേണ്ടത്ര വ്യായാമം കിട്ടുന്നില്ല. വ്യായാമം കിട്ടാതിരിക്കുമ്പോൾ നമ്മളുടെ ശരീരം ശരിക്കും പ്രവർത്തിക്കില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സമയം കിട്ടുമ്പോൾ വ്യായാമം ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോടെ നമ്മളിവിടെ ഇപ്പോൾ ഓൺ പേയ്മെൻറ്റ് മസാജ് ചെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തികച്ചും സൗജന്യമായിട്ട് യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സംരംഭമാണ് നമ്മുടെ പിന്നിൽ ഈ കാണുന്നത്. ഈ ഉപകരണങ്ങൾ നൽകിയിരിക്കുന്നത് മൗലാന ഹോസ്പിറ്റൽ. അറിയാം, ഷൊർണൂരിലും ഒരുപാട് ഡെവലപ്മെൻറ്റ് റെയിൽവേ ചെയ്തു കഴിഞ്ഞു. റെയിൽവേ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് കൂടുതൽ സൗകര്യങ്ങൾ എന്തൊക്കെ ഏർപ്പെടുത്താം എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ. റെയിൽവേ സ്പോർട്സ് ഓഫീസറും ദേശീയ കായിക താരവുമായ ടിൻഡു ലൂക്ക പരിപാടിയിൽ മുഖ്യാതിഥിയായി. അഡീഷണൽ എഞ്ചിനീയർ അൻഷുൽ, ഡിവിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജസ്റ്റിൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.